തെലുങ്ക് സിനിമ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പുരാണ സിനിമയാണ് കണ്ണപ്പ. കണ്ണപ്പയുടെ നിർമ്മാതാക്കൾ ഡിസംബർ 16 തിങ്കളാഴ്ച ഷെഡ്യൂൾ ചെയ്യുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ഇതിഹാസ താരമായ മോഹൻലാലിന്റെ ഈ ചിത്രത്തിലെ ലുക്ക് പോസ്റ്റർ അവർ പങ്കുവെക്കാൻ പോകുന്നു എന്ന വിവരങ്ങളാണ് പങ്കുവച്ചത്. ഔദ്യോഗിക ഹാൻഡിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായ ഈ അപ്ഡേറ്റ് പങ്കുവച്ചുകൊണ്ട് എത്തിയിരുന്നു. ഇതിഹാസ താരം ലാലേട്ടൻ മോഹൻലാൽ ഗാരു കണ്ണപ്പയിൽ അദ്ദേഹത്തിന്റെ ആദ്യ ലുക്ക് പോസ്റ്റർ പങ്കുവെക്കാൻ പോകുന്നു. അദ്ദേഹത്തിന്റെ അചഞ്ചലമായ സമർപ്പണവും ശ്രദ്ധേയമായ ചിത്രീകരണവും ഒരു യഥാർത്ഥ കഥയുടെ ഈ പവിത്രമായ കഥയിലേക്ക് പുതുജീവൻ പകർന്നു. ഡിസംബർ 16 തിങ്കളാഴ്ച ഫസ്റ്റ് ലുക്ക് വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ പോസ്റ്റ് എത്തിയിരിക്കുന്നത്. മോഹൻലാൽ തിരിഞ്ഞു നിൽക്കുന്ന ഒരു ലുക്ക് തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നതും. ചിത്രത്തിന്റെ ടീസർ പങ്കുവച്ചപ്പോഴും മോഹൻലാലിന്റെ ലുക്ക് അത്ര വ്യക്തമായി കാണിച്ചിരുന്നില്ല. ഒരു ഇമ്പോർട്ടന്റ് റോളിൽ തന്നെയാണ് മോഹൻലാൽ ഈ ചിത്രത്തിലെത്തുന്നത്. എങ്ങനെയായിരിക്കും എന്നറിയാനുള്ള കൗതുകമാണ് പലരും പങ്കുവെക്കുന്നത്. എന്നാലും ഈ ചിത്രത്തിൽ വലിയ പ്രതീക്ഷയൊന്നും പ്രേക്ഷകർ വെക്കുന്നില്ല. ജയിലർ തന്നതുപോലെ ഒരു സർപ്രൈസ് ഒന്നും തരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാരണം ഈ ചിത്രത്തിന്റെ ടീസർ കണ്ടപ്പോൾ തന്നെ മലയാളി പ്രേക്ഷകർക്ക് അത്ര കണ്ട് ബോധിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ. പരമശിവന്റെ ഭക്തനായ കണ്ണപ്പയുടെ ഐതിഹാസിക കഥ അടിസ്ഥാനമാക്കിയുള്ള പുരാണ ചിത്രമാണ് കണ്ണപ്പ. മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്ത ചിത്രം നിർമ്മിക്കുന്നത് മോഹൻ ബാബു ആണ്. വിഷ്ണു മഞ്ജു കണ്ണപ്പ എന്ന ടൈറ്റിൽ റോളിൽ അഭിനയിക്കുന്നു. അതിൽ മോഹൻ ബാബു, ശരത് കുമാർ, അർപിത് രംഗ, കൗശൽ വന്ത, രാഹുൽ മാധവ്, ദേവരാജ് എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ഈ പ്രതിഭാധനരായ അഭിനേതാക്കൾക്കൊപ്പം പ്രഭാസ്, അക്ഷയ് കുമാർ, കാജൽ അഗർവാൾ എന്നിവരുൾപ്പെടെയുള്ള ചില വലിയ പേരുകൾ ഈ ചിത്രത്തിന്റെ അതിഥി വേഷങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അതിലേക്കാണ് മോഹൻലാലും എത്തുന്നത്. എല്ലാ ഇൻഡസ്ട്രിയിലും ഓരോ പ്രമുഖ താരങ്ങൾ എത്തുന്നു. 2025 ഏപ്രിൽ 25-നാണ് ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും വ്യത്യസ്തമായ പല ചിത്രങ്ങളും മോഹൻലാലിന്റേതായി സംഭവിക്കുകയാണ്. മോഹൻലാലിന്റെ സൗഹൃദ വലയത്തിൽ നിന്നുകൊണ്ട് തന്നെ സംഭവിച്ച സിനിമ എന്ന് തന്നെ ഈ ചിത്രത്തെ വിശേഷിപ്പിക്കാം. ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം മോഹൻലാലിന്റെ കരിയറിൽ തന്നെ ഏറ്റവും വ്യത്യസ്തമായ റെക്കോർഡുകൾ വാരിക്കൂട്ടിയ ഒരു ചിത്രത്തിന്റെ 6 വർഷം ആഘോഷിക്കുകയുണ്ടായത്. ഇന്നും തകരാതെ ആ റെക്കോർഡ് ആ ചിത്രത്തിന്റെ പേരിലാണ്. ഒടിയൻ എന്ന ചിത്രത്തിന്റെ. മലയാള സിനിമ കണ്ട എക്കാലത്തെയും വലിയ ഹൈപ്പിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഒടിയൻ. മലയാള സിനിമ മുമ്പ് പരീക്ഷിച്ചിട്ടില്ലാത്ത ഒടിയൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരുങ്ങിയ ചിത്രം എന്ന നിലയിൽ പ്രഖ്യാപനം മുതൽ തന്നെ വമ്പൻ പ്രതീക്ഷ നൽകിയ ചിത്രമായിരുന്നു ഒടിയൻ. ചിത്രത്തിൽ ശരീരഭാരം കുറച്ച് മോഹൻലാൽ എത്തിയ മേക്ക് ഓവറും അത്ഭുതത്തോടെയാണ് മലയാളികൾ കണ്ടത്. ദേശീയ അവാർഡ് ജേതാവായ ഹരികൃഷ്ണന്റെ കഥ, പുലിമുരുകന് ശേഷം പീറ്റർ ഹെയ്ൻ മോഹൻലാലിനൊപ്പം ഒന്നിക്കുന്ന ചിത്രം തുടങ്ങി ഒടിയനു വേണ്ടി കാത്തിരിക്കാൻ കാരണങ്ങൾ ഒരുപാടായിരുന്നു. റിലീസിന് മുമ്പിറങ്ങിയ ടീസറും വലിയ ഇമ്പാക്ട് സിനിമാ പ്രേമികൾക്കിടയിൽ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ അമിത പ്രതീക്ഷ തന്നെയായിരുന്നു ചിത്രത്തിന് അപകടമായത്. ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു. മലയാള സിനിമ മുമ്പൊന്നും കാണാത്ത വിധത്തിലുള്ള പ്രൊമോഷൻ നടത്തിയിറങ്ങിയ ഒടിയൻ റിലീസിന് ശേഷം നിരവധി ട്രോളുകൾ നേരിട്ടു. ആദ്യ സിനിമയിലൂടെ തന്നെ ശ്രദ്ധ നേടാൻ സംവിധായകൻ വി.എസ്. ശ്രീകുമാർ മേനോന് സാധിച്ചു. ഒടിയൻ ഇറങ്ങിയിട്ട് 6 വർഷം പൂർത്തിയായിരിക്കുകയാണ്. സംവിധായകൻ വി.എസ്. ശ്രീകുമാർ മേനോൻ തന്റെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഒടിയന്റെ 6 വർഷങ്ങൾ റെക്കോർഡുകൾ തകർക്കപ്പെടാതെ ഇപ്പോഴും സൂക്ഷിക്കുന്നു എന്ന ക്യാപ്ഷനോടെ മോഹൻലാലിന്റെ ഒരു കട്ട്ഔട്ടിന്റെ ചിത്രം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ഒടിയൻ ബോക്സ് ഓഫീസിൽ ലോങ് റൺ നടത്തിയില്ലെങ്കിലും റിലീസിംഗ് ടൈമിൽ റെക്കോർഡ് സൃഷ്ടിക്കാൻ ചിത്രത്തിന് സാധിച്ചിരുന്നു. ഇന്നും മലയാളത്തിലെ ഹൈയസ്റ്റ് ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡിൽ ഒന്ന് ഒടിയന്റെ പേരിൽ തന്നെയാണ്. ഒരു ഹർത്താൽ ദിവസം തിയേറ്ററിലെത്തിയ ഒടിയനെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിരുന്നതും വലിയ വാർത്തയായി മാറിയിരുന്നു. പാൽ, പത്രം, ഒടിയൻ എന്നിവ ഹർത്താലിൽ നിന്നും ഒഴിവാക്കും എന്നായിരുന്നു അന്നിറങ്ങിയ വൈറൽ വാചകം. ശ്രീകുമാർ മേനോന്റെ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് ഇതിനോടകം കമന്റ് ചെയ്തിരിക്കുന്നത്. ഒടിയന്റെ 2ാം ഭാഗം വേണമെന്ന് ചിലർ പറയുമ്പോൾ അടുത്തൊരു സിനിമയുമായി തിരിച്ചു വരാനും ചിലർ പറയുന്നുണ്ട്. ഒടിയന് ശേഷം മിഷൻ കൊങ്കൺ എന്ന പേരിൽ മോഹൻലാലിനെ വെച്ച് മറ്റൊരു സിനിമ അനൗൺസ് ചെയ്തിരുന്നെങ്കിലും ചിത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പിന്നെ വന്നില്ലായിരുന്നു.